equipment, asset or fund-based services are lease financing, hire purchase and consumer credit, bill discounting, venture capital, housing finance, insurance services, factoring, forfeiting, and mutual fund. What is equipment leasing or lease financing? A lease, as you understand, is a legal contract between a lessor and a lessee. A lease is an agreement under which a firm acquires a right to make use of a capital asset like machinery on payment of an agreed fee, which is called lease rental. And in this case, the person who acquires the right is known as the lessee. However, he does not get the ownership of the asset, but gets the right to use the asset. And the person or the company who gives the right to use the asset is known as lessor. ഒരു പാട്ടത്തിന് എല്ലായ്പ്പോഴും കുറഞ്ഞത് 2 കക്ഷികളെങ്കിലും ഉണ്ടായിരിക്കും. ഒന്ന് പാട്ടക്കാരനും 2 പാട്ടം എടുക്കുന്ന ആൾ. ഉപകരണങ്ങൾ സ്വന്തമാക്കിയ വ്യക്തി അല്ലെങ്കിൽ ബിസിനസ്സാണ് പാട്ടത്തിനെടുക്കുന്ന വ്യക്തി. ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയോ ബിസിനസ്സോ ആണ് ഈ പാട്ടത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ആൾ. ഈ കരാറ് നിലനിൽക്കുന്നിടത്തോളം കാലമാണ് ഈ ആസറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് അത് വെച്ചിട്ട് ആൾക്ക് ബിസിനസ് നടത്താനായിട്ടുള്ള അനുവാദമുള്ളത്. ആ സമയപരിധി കഴിഞ്ഞതിന് ശേഷം അത് ലീസ് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഉപകരണം നല്ല കണ്ടീഷനിൽ തന്നെ പാട്ടം കൊടുത്ത ആൾക്ക് റിട്ടേൺ ചെയ്യേണ്ടത് പാട്ടം എടുത്ത ആളുടെ ഉത്തരവാദിത്തമാണ്. ഒരു അസറ്റിൻ്റെ ദീർഘകാല വാടക ഉടമ്പടിയാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപകരണ പാട്ടം. പതിവായി പണമടയ്ക്കാൻ സമ്മതിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ ഉടമയുമായിട്ടാണ് ഈ ലീസിങ് കോൺട്രാക്റ്റ് അല്ല എക്വിപ്മെൻറ്റ് ലീസ് കോൺട്രാക്റ്റ് സജ്ജമാക്കുന്നത്. അതിന് പകരമായിട്ട് ആ ഉപകരണം, അത് എന്ത് മെഷീനറിയും ആയിക്കോട്ടെ, അത് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി ഒരു 12 മാസമോ അതിൽ കൂടുതലുള്ള നീണ്ടു നിൽക്കുന്ന ഒരു കരാറിന് അനുവദിക്കുന്നു. Equipment financing is broadly defined as any method of extending capital to businesses for the purpose of acquiring equipment. And now this could vary from using an equipment to getting a loan, to a business loan, an unsecured business loan, or even a business line of credit. Therefore, equipment leasing is completely different when compared to equipment financing. As opposed to borrowing a sum of money that is used to buy a piece of equipment, equipment leasing is essentially an agreement to rent the equipment, example, a machinery. Broadly classifying, equipment lease is divided into 2: 1 capital leasing and 2 operating lease. Capital lease എന്ന് പറയുന്നത് നെറ്റ് പേ ഔട്ട് ലീസായിട്ടും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മോർ സിമിലർ ടു എ ലോൺ. വൈ? ക്യാപിറ്റൽ ലീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ആസറ്റിൻ്റെ മുഴുവൻ എക്കണോമിക് ലൈഫ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ആ കോൺട്രാക്റ്റ് പോകുന്നത്. ഉദാഹരണത്തിന് ഒരു കണ്ടെയ്നർ ഷിപ്പ്, അത് കൂടുതലും ഓപ്പറേറ്റിംഗ് ലീസിന് പകരം ഒരു ക്യാപിറ്റൽ ലീസ് ബേസിസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടെയ്നർ ഷിപ്പ് എത്ര നാളത്തേക്കാണ് അതിൻ്റെ ലൈഫ് ഉള്ളത്,
അത്രയും കാലമായിരിക്കും അത് ലീസിന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലോണും അതിന് വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻഷുറൻസും അതുപോലുള്ള സർവീസ് ഫീസ് കാര്യങ്ങളെല്ലാം ആരുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു? അത് ഉപയോഗിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. അതായത് ലെസറിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. ഈ ക്യാപിറ്റൽ ലീസിൻ്റെ എൻഡിൽ ചില കേസിലാണെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദി ലീസ് അഗ്രിമെൻറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് ലെസ്സിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് അക്വയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആ കോൺട്രാക്റ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലീസിൻ്റെ ആ കാലയളവ് തീരുമ്പോൾ ഉപയോഗിച്ച് നമ്മുടെ ഈ എക്സാമ്പിൾ കണ്ടെയ്നർ ഷിപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് ലെസ്സിക്ക് ഉള്ളത്. ആൻഡ് ദിസ് ഈസ് മോർ സിമിലർ ടു എ റെൻ്റൽ agreement, and all kinds of payments related to the insurance, the services, the periodical services, etc. are borne by the lessor. ലെസ്സി റെൻ്റൽ പേ ചെയ്യുന്നു മാത്രം, ബാക്കി ചിലവുകളൊക്കെ വഹിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ കേസിൽ ലെസ്സർ കൊടുത്ത ആളായിരിക്കും. The next asset or fund-based service is hire purchase and consumer credit. Hire purchase is an alternative to leasing, and it is a transaction where goods are purchased and sold on the condition that payment is made in installments. The buyer gets only possession of goods. Underline the term possession. The buyer gets only possession of goods. He does not get ownership. He gets ownership only after the payment of the last installment. And if the buyer fails to pay an installment, the seller can repossess the good. Each installment includes interest also. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ബൈക്കോ കാറോ നമ്മൾ ലോണിലെടുക്കുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. അതിൻ്റെ പൊസഷൻ മാത്രമാണ് ഉപയോഗിക്കുന്ന ആൾക്കും ഉണ്ടാകുക. ഏറ്റവും അവസാനത്തെ ലോണിൻ്റെ തുക അടച്ച് തീരുവോളം അതിൻ്റെ ഓണർഷിപ്പ് പേയ്മെൻറ്റ് നടത്തിയ സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ടാണ് ലോണിലൊക്കെ എടുക്കുന്ന വാഹനങ്ങളുടെ RC ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റഡ് ടു എടുത്ത ബാങ്കിൻ്റെ പേര്, ഉദാഹരണത്തിന് SBI ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റഡ് ടു SBI എന്ന് എഴുതുന്നത്. ആ ലോണിൻ്റെ തുക അടച്ചതിന് ശേഷം ആ ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച ആളുടെ പേരിൽ വരുന്നു. ഇനിയും അടച്ചില്ലെങ്കിലോ അത് കണ്ടുകെട്ടാനുള്ള അവകാശം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ഉണ്ടായിരിക്കുന്നതാണ്. കൺസ്യൂമർ ക്രെഡിറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്ദിലത്ത് ജിമാർട്ട്, ബിസ്മി പോലുള്ള ഹോൾസെയിൽ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡ് അപ്ലയൻസസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, റെഫ്രിജറേറ്റർ, അവന്, നല്ല വിലപിടിപ്പുള്ള ടെലിവിഷൻസൊക്കെ ഒറ്റയടിക്ക് കസ്റ്റമേഴ്സിന് ഒരു ലംസം എമൗണ്ട് പേ ചെയ്ത് അവർക്കത് സ്വന്തമാക്കാൻ സാധിക്കാത്ത അവസരത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കസ്റ്റമേഴ്സിന് ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കാനായിട്ട് ഉള്ള ഒരവസരം കൊടുക്കുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കുന്ന ആ എഗ്രിമെൻ്റ് കസ്റ്റമേഴ്സും ആ സ്ഥാപനം തമ്മിൽ ഏർപ്പാടാക്കുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള അവകാശം ആ കടക്കാരൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.